ഹായ് മകളെ, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. പരീക്ഷകളൊക്കെ ടഫായിക്കൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ എക്സാമിനെ പറ്റി പറയുന്നത്. CBSE കുട്ടികളാവട്ടെ, സ്റ്റേറ്റ് കുട്ടികളാവട്ടെ, എല്ലാവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ കോമൺ ആയിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, എഴുതുന്ന സംഗതി പകുതി വെച്ച് സ്റ്റെക്കായി പോവുക എന്നതാണ്. എന്തായിരിക്കും അതിൻ്റെ റീസൺ? മെമ്മറി ലോസ് ആണോ? ഇനി അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണോ? സോ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ പഠിക്കുന്ന കാര്യം അത്രയും തറവായിട്ട് പഠിക്കുന്നില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഫണ്ടമെൻറ്റൽസ് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഓരോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പല കുട്ടികളും സ്റ്റെക്ക് ആവാറുണ്ട്. ഒരു പക്ഷേ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കണം എന്നറിയാത്ത മക്കളുണ്ട്. 2 ഇക്വേഷൻ കിട്ടിയാൽ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നറിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഓരോ കാര്യം ഡീപ്പായിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽ കൃത്യമായിട്ട് ഇറങ്ങി പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും, ചില ടീച്ചേഴ്സ് പറയാറുണ്ട്, മക്കളെ ഇതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുന്ന സമയത്താണ് പഠിക്കുക എന്നത്. എന്നാൽ വലിയ ക്ലാസ്സിലെത്തിയാൽ ചില ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കാം, മക്കളെ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇവിടെയൊക്കെയാണ് ഫാൽക്കൺ എന്ന് പറയുന്ന ബാച്ചിൻ്റെ പ്രസക്തി ഉയരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, Xylem എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തിലധികം ആവാനായിട്ടുണ്ട്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തൊരു കാര്യം, കുട്ടികളെ ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള കുട്ടികളാക്കി മാറ്റുക, അതും ഏറ്റവും അഫോർഡബിൾ ആയുള്ള പ്രൈസിൽ നിങ്ങളെ പഠിപ്പിക്കുക എന്നത് തന്നെയാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ക്ലാസ്സുകളിലെയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫാൽക്കൺ ബാച്ചുകൾ ആരംഭിച്ചത്. എന്താണ് ഫാൽക്കൺ ബാച്ച്? അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഡീപ്പായിട്ട് പഠിപ്പിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന വലിയ വലിയ എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി നിങ്ങളെ ആദ്യം മുതലേ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഫാൽക്കൺ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഉടൻ തന്നെ താഴെക്കാണ് നമ്മൾ വിളിച്ചുകൊണ്ട് ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാം. എന്തിനാണ് ഫാൽക്കണിൽ ഞാൻ ജോയിൻ ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റാണ് എനിക്കുള്ളത്, ഭാവിയിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഈ ഫാൽക്കൺ ബാച്ച് ജോയിൻ ചെയ്തുകൊണ്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് താഴെക്കാണ് നമ്മൾ വിളിച്ചുകൊണ്ട് അന്വേഷിക്കാവുന്നതാണ്. 100% ഞാൻ പറയാണ്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ സാധാരണ ക്ലാസ്സുകൾക്ക് പുറമെ ഒരു സമയം കണ്ടെത്തിക്കൊണ്ട്, ഈ ക്ലാസ്സുകളൊക്കെ തന്നെ വരുന്നത് നിങ്ങളുടെ വെക്കേഷൻ ദിവസങ്ങളിൽ മാത്രമായിരിക്കും. ഞായർ ദിവസങ്ങളാണ് കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഫാൽക്കൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയത്തിൻ്റെ പ്രശ്നം വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കുന്നതല്ല. എന്നാലും അഡീഷണൽ സമയം കണ്ടെത്തിക്കൊണ്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത് അത്രയധികം ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ബാച്ച് തന്നെയാണ്. സോ ഉടൻ തന്നെ താഴെക്കാണ് നമ്മൾ വിളിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക. ഫാൽക്കൺ ബാച്ചിലേക്ക് ഒരു ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ.